ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ വിശുദ്ധ ലൂക്കാ സുവിശേഷം 1:11-5 വായിച്ചേ. വിശുദ്ധ ലൂക്കാ സുവിശേഷം 11:5. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. അവരോട് പറഞ്ഞു, നിങ്ങളിൽ ഒരുവന് ഒരു സ്നേഹിതനുണ്ടെന്നിരിക്കട്ടെ. കേൾക്കുക, അവൻ അവരോട് പറഞ്ഞു. ഈശോ ഒരു കഥ പറയണതാണ്. നിങ്ങളിൽ ഒരുവന് ഒരു സ്നേഹിതൻ ഉണ്ടെന്നിരിക്കട്ടെ. ലൂക്കാ 11:5. അർദ്ധരാത്രി അവന്റെ അടുത്ത് ചെന്ന് അവൻ പറയുന്നു, എന്താ പറയണേ? സ്നേഹിത, എനിക്ക് 3 അപ്പം വായ്പ തരിക. ദാറ്റ് ഈസ് സ്നേഹിത, എനിക്ക് 3 അപ്പം വായ്പ തരിക. അവിടെ എന്താ സംഭവം? വായ്പൻ. ഈ കനായിലെ കല്യാണത്തിൽ വിങ്ങി തീർന്നു പോകുമ്പോഴേ വായ്പ എടുക്കാനുള്ള പൊസിഷനുണ്ട് അവിടെ. കാര്യം യഹൂദൻ ചെയ്യണ പരിപാടിയാണത്. പറഞ്ഞ മനസ്സിലായില്ലേ? പക്ഷെ അമ്മയുടെ തലയിൽ ഉടനെ ഈ ലോൺ കയറത്തില്ല. ഉടനെ ലോൺ എടുക്കണമെന്ന് സംഭവം കയറത്തില്ല. അത് ക്രിസ്തുവിൻ്റെ സ്ഥാനമാണെന്ന് അമ്മയ്ക്കറിയാം. ഇതിവിടെയാണ് പ്രോബ്ലം വരുന്നത്. നമ്മൾ തമ്മിൽ, അമ്മയും തമ്മിലുള്ള പ്രോബ്ലം വരുന്നത് ഇവിടെ വെച്ചാണ്. അമ്മയ്ക്ക് പെട്ടെന്ന് അതെന്താണ്, ഈ 11:5 എന്താ സംഭവിക്കണത്? ഒരു എമർജൻസിയാണ് വരണത്. ഒരുത്തൻ്റെ വീട്ടിൽ രാത്രി വേറൊരു ഗസ്റ്റ് വരികയെ. വിശുദ്ധ ലൂക്കാൻ്റെ സുവിശേഷമാണ്. അവർ ഉറങ്ങിക്കഴിഞ്ഞാണ് ആ ഗസ്റ്റ് വരുന്നത്. കർത്താവ് ആ കഥ കൊണ്ടുവന്ന് ബ്രിമ്മിലിങ്ങനെ എഡ്ജിൽ നിർത്തിയിരിക്കുകയാണ്. കാര്യം വേറെ ഒരു പണിയും നടക്കാത്ത ഒരു സിറ്റുവേഷനിൽ കൊണ്ടുവന്ന് നിൽക്കണത്. വേറെ ഒരു പണിയും, വേറെ ഏതെങ്കിലും തരത്തിൽ നമുക്ക് ഒന്ന് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഒരു ഇരുട്ടത്ത് കൊണ്ടുവന്ന് ആ വിഷയം നിർത്തുകയാണ്. ഇരുട്ടത്ത് നടക്കേണ്ട ഒരു കഥയാണത്, അല്ലേ? ഒരു അർദ്ധരാത്രിയാണ് നടക്കുന്നത്. അർദ്ധരാത്രി നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ചില സമയത്ത് നമ്മൾ ഇരുട്ടിലായി പോകും. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാത്തൊരവസ്ഥയാണ് ഇരുട്ടെന്ന് പറയുന്നത്. എന്നിട്ട് ഇരുട്ടിൽ ഒരു ഗസ്റ്റ് വരികയാണ്. അപ്പോൾ ഒരു ഇരുട്ടിൽ ആകപ്പാട് ചുറ്റും ഇരുട്ട്. അപ്പോൾ ഒരു വിഷയം ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരും. നമുക്കൊരു അത്യാവശ്യം ഡെവലപ്പ് ചെയ്ത് വരും. ഇപ്പം നിൻ്റെ അപ്പം തന്നെ രാത്രി നെഞ്ചുവേദന എന്ന് പറയണത് രാത്രി 2 മണിക്കായിരിക്കും. നമ്മളിതിരിട്ടായി. നമ്മളെന്താ ചെയ്യണത്? ഉടനെ തടകി കൊടുക്കും ആദ്യം. അപ്പോഴും ഭാര്യ വിശ്വാസപ്രമാണം ചെല്ലത്തില്ല. തടകാനേ അറിയാൻ പറ്റത്തില്ല. ഫിസിക്കൽ ഇതവിടെ പ്രോബ്ലം. ഇതെന്നു കഴിഞ്ഞാൽ ഒരു വിഷയം, ഇതിൻ്റെ ഒരു പ്രയോറിറ്റിയുടെ പ്രശ്നമുണ്ട്. ആധ്യാത്മികത എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഫസ്റ്റ് ആക്ഷൻ തന്നെ ദൈവികമായിരിക്കണം. നമ്മൾ മാതാവിലേക്ക് വളർന്നു വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട. ഇപ്പം നിങ്ങളുടെ ഭർത്താവ് 2 മണിക്ക് എഴുന്നേറ്റ് പറഞ്ഞു, ഇടി എനിക്കത് നെഞ്ചുവേദന എടുക്കണമല്ലോ അടിയായിരുന്നു. അപ്പോൾ ഉടനെ നിങ്ങളെന്താ പറയണത്? ഗ്യാസായിരിക്കും. നിങ്ങൾക്കറിയാൻ കുഴപ്പമാണെന്നറിയാം. എന്നാലും നിങ്ങൾ ചുമ്മാ ആശ്വസിപ്പിക്കാൻ പറയും ഗ്യാസ്. മനുഷ്യൻ്റെ പൊളി വർത്താനം ആദ്യം പറയും. ദൈവവചനമല്ല പറയണത്. എന്താ പറയണത്? ഗ്യാസായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നെഞ്ചിട്ട് ചവിട്ടി തിരുമാൻ തുടങ്ങും. എന്നിട്ട് ആരോടും പറയും, ഓട്ടോ വിളിക്കാൻ പറയും, അല്ലേ? ആ ഒരു പൊസിഷൻ, ഈ ഒരു മോഡ് ഓഫ് ഓപ്പറേഷനിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടണം. കാര്യം വെച്ചാൽ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് യേശുവിൻ്റെ അടുത്തേക്ക് റഷ് ചെയ്യാൻ പറ്റുന്ന ഇതിൻ്റെ ഗ്യാപ്പില്ലല്ലോ. അതായത് നമ്മളുടെ ഓരോ പ്രോബ്ലംസിനും മാനുഷികമായി പരിഹരിക്കാനുള്ള ഒരു ഉത്തേജനമാണ് നമുക്ക് പ്രൈമറി ആയിട്ട് ഒരു ഫിസിക്കൽ മനുഷ്യന് കിട്ടുന്നത്. മനസ്സിലായില്ലേ? ഒരു വിഷയം വന്നാൽ അതിന് മാനുഷികമായി പരിഹരിക്കാനുള്ള ഒരു ടെൻഡൻസിയാണ് നമുക്കുള്ളത്. ജഡിക മനുഷ്യൻ്റെ ഒരു അവസ്ഥ അതാണ്. ഇതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണം. അമ്മയ്ക്ക് വേണമെങ്കിൽ ഈ വിഷയം വേറെ നിങ്ങളൊരു വചനം വായിച്ചു കഴിഞ്ഞ്, അതായത് ഈ മത്തായിയുടെ സുവിശേഷം 25:9-10. വിവേകമതികൾ മറുപടി പറഞ്ഞു, ഞങ്ങൾക്കും നിങ്ങൾക്കും മതിയാകാതെ വരുമെന്നതിനാൽ നിങ്ങൾ വിൽപ്പനക്കാരുടെ അടുത്ത് പോയി വാങ്ങിക്കൊള്ളുവിൻ. അതായത് അവിടെ എന്താണ്? ബുദ്ധിയുള്ള കന്യകമാരും വിവേകമുള്ള കന്യകമാരും വിവേകമില്ലാത്ത കന്യകമാരുമാണ്. ഇവിടെ എന്താണ്? ഇത് വീഞ്ഞു തീർന്നു പോയ വിഷയം പോലെ ഒരു വിഷയമാണിത്. എന്താണ്? എണ്ണ തീർന്നു പോകും. മനസ്സിലായില്ലേ? ഇവിടെ എണ്ണ തീർന്നു പോവുകയാണ്. എണ്ണ തീർന്നു പോകുമ്പോൾ പെട്ടെന്ന് എമർജൻസി ആയിട്ട് ഷൂട്ടപ്പ് ചെയ്യണ ആ രീതി എന്താ? വ്യാപാരികളുടെ അടുത്ത് പോയി വാങ്ങിക്കൊള്ളാൻ പറയും. അമ്മയ്ക്ക് വേണമെങ്കിൽ അമ്മയുടെ തല ഈ സാധനം വരത്തില്ല. കാര്യം ഇവർ ഫുൾ ഓഫ് ഗ്രേസ് ആയത് കാരണം
ഇങ്ങനെയുള്ള മുടന്തം പരിപാടിയൊന്നും വരത്തില്ല പെട്ടെന്ന്. ഇവിടെയാണ് വിഷയം. ഉടമ്പടിയിലേക്ക് നമ്മൾ പോകുമ്പോൾ അമ്മയുടെ ഒരു മൈൻഡ് സെറ്റ് നിങ്ങളറിയാതെ രൂപപ്പെടുത്തിയെടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. കാര്യം പ്രൈമറി ഇപ്പം നിങ്ങൾക്ക് ട്രാൻസ്ഫർ വന്നെന്ന് വിചാരിച്ചോ, ട്രാൻസ്ഫർ വരുമ്പോൾ തന്നെ നിങ്ങൾ വിചാരിക്കും ഇത് വിദ്യാഭ്യാസ വകുപ്പല്ലേ, അപ്പോൾ അതിൻ്റെ അകത്ത് ഏരിയ സെക്രട്ടറിനെ പോയി കാണാമെന്നായിരിക്കും നിങ്ങൾ ആദ്യം ചിന്തിക്കുന്നത്. അയാൾക്ക് വല്ല കൈ മണക്കം കൊടുത്തിട്ട് ട്രിവാൻഡ്രത്ത് എവിടെ ഇത് കൈകാര്യം ചെയ്യണം ആ ഓഫീസിൽ പോയിട്ട് ഒരു 50,000 പിടിപ്പിച്ചിട്ട് എങ്ങനെയെങ്കിലും സാധനം ഊരാം. എന്നിട്ടാണ് നിങ്ങൾ ഒന്ന് ഉടമ്പടി ചെയ്യണമെങ്കിൽ പണി കിട്ടാൻ സാധ്യതയുണ്ട്. കാര്യം എന്താണ്, പ്രൈമറി നിങ്ങൾ വെച്ചിരിക്കുന്നത് ദൈവത്തിനല്ല, പിന്നെ എന്താണ് പാർട്ടിനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ പാർട്ടി എന്ന് പറയുകയല്ല, എല്ലാ പാർട്ടികൾക്കും ഇതുപോലെയുള്ള സിനിമ സംവിധാനമുണ്ട്, ഫ്രീ ആയിട്ട് ചെയ്യുന്നവരുമുണ്ട്, പാർട്ടിക്ക് നിങ്ങൾ ഫണ്ട് വാങ്ങി ചെയ്യുന്നവരുണ്ട്. CPM മാത്രമല്ല, BJP ആയാലും കോൺഗ്രസ് ആയാലും എല്ലാം ഇതിൻ്റെ അകത്തൊക്കെ ഒരു നടപടിക്രമങ്ങളുണ്ട്. പാർട്ടി ബേസ് ആണെങ്കിൽ നടപടിക്രമങ്ങളുണ്ട്. ഞാൻ പാർട്ടി ബേസ് എന്നാണ് പറഞ്ഞത്. ആ വിഷയം സെറ്റ് ചെയ്യുന്ന രീതികളാണ്. പക്ഷേ നിങ്ങളുടെ വിഷയത്തിൽ പെട്ടെന്ന് നിങ്ങൾ വിചാരിക്കും ട്രാൻസ്ഫർ അങ്ങനെയാണെങ്കിൽ നമ്മുടെ കൂട്ടുകാരൻ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട് ജില്ലാ കമ്മിറ്റി മെമ്പറാണ്, അവനുമായിട്ട് സംസാരിക്കാം എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ചത് എന്താണ്, മാനുഷികമായിട്ട് ഈ വിഷയം സെറ്റ് ചെയ്യാനാണ് ആദ്യമേ നമ്മുടെ തലയിൽ വരണത്. ആദ്യം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടിത് നിങ്ങൾ ആദ്യം ദൈവത്തിനല്ലല്ലോ ആശ്രയിച്ചത്. അവിടെയാണ് പ്രശ്നം. ആദ്യം നിങ്ങൾ ദൈവത്തിനല്ലല്ലോ ആശ്രയിച്ചത്. ഇപ്പോൾ അവരെന്താ പറയണത്, എണ്ണ തീർന്നു പോയി. എണ്ണ തീർന്നു പോയപ്പോൾ 25:9 മത്തായി സുവിശേഷം എന്താ പറയണത്, വ്യാപാരിക അടുത്ത് പോയി വാങ്ങിക്കൊള്ളാൻ. അത് നടക്കണ കാര്യമാണോ? ഈ രാത്രി 2 മണിക്ക് ഏത് വ്യാപാരി തുറക്കാനാണ്? ഒരു വ്യാപാരിയുടെ അവസ്ഥയല്ലേ പറഞ്ഞത്, ഞാനും കുഞ്ഞുങ്ങൾ കിടപ്പിലാണെന്നല്ലേ മറ്റേ വ്യാപാരി പറഞ്ഞത്. അപ്പം തീർന്നു അപ്പമില്ലെന്ന് പറഞ്ഞപ്പോൾ അപ്പത്തിൻ്റെ കടയിൽ പോയില്ലേ അയാളെ, നമ്മൾ ആദ്യം വായിച്ചില്ലേ 11:5 ലൂക്കാൻ്റെ സുവിശേഷം. അത് വ്യാപാരിയാണ്. ആ വ്യാപാരി എന്നെ സംബന്ധിച്ചാൽ അയാളുടെ രാത്രി ഉറക്കമാണ്. ഉറക്കം തന്നെയല്ല, അയാളുടെ കുഞ്ഞുങ്ങളൊക്കെ അയാളുടെ പെട്ടിലേക്ക് ചുറ്റിപ്പിടിച്ച് കിടക്കുകയാണ്. അയാളെങ്ങനെ പൊങ്ങി വന്നാൽ പിള്ളേരും കൂടെ പൊങ്ങും, പിള്ളേരിൽ നിന്ന് നിലവിളിക്കാൻ തുടങ്ങും. പിന്നെ നടക്കത്തില്ല. അയാൾ പറഞ്ഞ് നടക്കത്തില്ല. അപ്പം ഇല്ലപ്പം പട്ടിണി കിടക്കാൻ പറഞ്ഞ് എൻ്റെ കുഞ്ഞുങ്ങൾ എഴുന്നേറ്റാൽ പിന്നെ അതുങ്ങൾ ഉറങ്ങുമ്പോൾ പിന്നെ ഒരു കാലമാവും, അതുകൊണ്ട് നടക്കത്തില്ലെന്നാണല്ലോ പറയണത്. ഇപ്പം രാത്രി വിളിയും കാര്യങ്ങളൊക്കെ നടക്കത്തില്ല. ഇപ്പോഴും എന്താ പറയണത്, നിങ്ങൾ വ്യാപാരികളുടെ അടുത്തേക്ക് പോയി വാങ്ങാൻ, അതിൻ്റെ രാത്രിയാ. മാനുഷികമായ തീരുമാനങ്ങളിലൂടെ നിങ്ങളുടെ വിഷയം നിങ്ങൾ പരിഹരിക്കാൻ തീരുമാനിച്ചാൽ നിങ്ങളുടെ ആത്മാവപ്പോഴ് രാത്രിയിലായിരിക്കും, പകലായിരിക്കത്തില്ല. മറിയത്തിൻ്റെ ആത്മാവ് എപ്പോഴും പകല് ആയിരിക്കും. എന്താ കാര്യം, ആദ്യത്തെ ഈ ഇടി തന്നെ റഷ് തന്നെ യേശുവിൻ്റെ അടുത്തേക്കാണ്, വ്യാപാരികളുടെ അടുത്തേക്കല്ല. വിഞ്ഞ് തീർന്നു പോകുമ്പോൾ യേശുവിൻ്റെ അടുത്തേക്ക് ഫസ്റ്റ്. അവിടെയാണ് മറിയം വിജയിക്കുന്നത്. കാര്യം ഇതിന് കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇത് വായ്പ വാങ്ങിച്ച് പരിഹരിക്കാവുന്ന പ്രശ്നമാണ്, അല്ലെങ്കിൽ ഇത് വിലക്ക് വാങ്ങിച്ച് പരിഹരിക്കാവുന്ന പ്രശ്നമാണ്. ഈ 2 പ്രശ്നവും ബൈബിളിൽ പുതിയ നിയമത്തിൽ പരിഹരിക്കുന്നുണ്ട്. പക്ഷെ ആ മെത്തേഡുകളൊന്നും എടുക്കാതെ ഇമ്മീഡിയറ്റായിട്ട് അമ്മ യേശുവിൻ്റെ അടുത്ത് വന്നത് അവരമ്മയായതുകൊണ്ടും മറിയത്തിൻ യേശുവിൻ്റെ അമ്മയായതുകൊണ്ട് മാത്രമല്ല, മറിച്ച് അവർ ഫുൾ ഓഫ് ഗ്രേസ് ആയതുകൊണ്ടാണ്. ദിസ് ഈസ് മൈ പോയിൻറ്റ്. അതാണ് നിങ്ങൾ കൃപയിൽ നിലനിൽക്കണമെന്ന് പറഞ്ഞാൽ കൃപയിൽ അപ്പം നിങ്ങൾ ഓർക്കും, കൃപയിൽ നിലനിൽക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ പ്രസൻസ്, ദൈവത്തിൻ്റെ സാന്നിധ്യമില്ല. ഇപ്പം അമ്മയോട് എന്താ പറഞ്ഞത്? 1:28 എന്താ പറഞ്ഞത് ലൂക്കാൻ്റെ സുവിശേഷം? ഹെയിൽ മേരി ഫുൾ ഓഫ് ഗ്രേസ്, ദ ലോർഡ് ഈസ് വിത്ത് യു. നിൻ്റെ കൂടെ പ്രസൻസ് എന്നാണ് പറഞ്ഞത്, ദൈവത്തിൻ്റെ പ്രസൻസ്. ഈ ദൈവത്തിൻ്റെ പ്രസൻസ് നമുക്ക് ലഭ്യമാകുന്നൊരു സാഹചര്യം ഉണ്ടായാൽ തീർച്ചയായിട്ടും നമ്മൾക്ക് അമ്മയെപ്പോലെ പ്രസാദകരമായ ഇമ്മീഡിയറ്റ് ഫസ്റ്റ് റെഫറൻസ് ദൈവം വരും. അപ്പം നിങ്ങൾ ചോദിക്കും, പ്രസൻസ്, ദൈവത്തിൻ്റെ പ്രസൻസ്. ഉടമ്പടിയുടെ ഏറ്റവും വലിയ ഗുണം എന്താ? ഉടമ്പടിയിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങളല്ല, മറിച്ച് എന്താണ്? ദൈവത്തിൻ്റെ പ്രസൻസ്. അതാണ് സഞ്ചാരി മാതാവ് എന്ന് പറയണത്. സഞ്ചാരി മാതാവ് എന്ന് പറയത്തില്ല ആൾക്കാർ, അതാണ് കാര്യം. അതായത് ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളൊരു സാക്ഷ്യം ഉണ്ടായി. അവർക്ക് കൃപ അവരുടെ കൂട്ടുകാരത്തി എപ്പോഴും പറയുന്നുണ്ട്, നിൻ്റെ വിഷയങ്ങളൊക്കെ തീരാൻ വേണ്ടി നീ ഉടമ്പടി എടുക്കുക എന്ന് പറയും.
കൃപാസനം മാതാവിനോട് പ്രാർത്ഥിക്കാൻ പറയാം. അപ്പോൾ ഈ കൂട്ടുകാരത്തി പറയണത് അത് എന്നാ അവർ കേട്ടിട്ടില്ല. കേട്ട് കഴിഞ്ഞപ്പോൾ പറഞ്ഞ് ഓ അതെന്താ, നമ്മൾ മാതാവിനോടല്ലേ പ്രാർത്ഥിക്കണത്, പിന്നെ എന്തിനാ അങ്ങനെ പറയണമെന്ന് ചോദിക്കും. അങ്ങനെ അപ്പോൾ എനിക്കതിൻ്റെ അത് വലിയ വിശ്വാസമില്ലെന്ന് പറയും. എനിക്കതിൻ്റെ അത് വിശ്വാസമില്ല. പലരുടെയും പ്രശ്നം അതാണ്. ഈ വിശ്വാസമില്ലെന്ന് പറഞ്ഞ സമയത്ത് ഇവർ രാത്രി ഒരു സ്വപ്നം കാണും. സ്വപ്നത്തിൽ ഈ സിൽവർ ഗ്രേയിൽ മാതാവ് ഇവർക്ക് പ്രത്യക്ഷപ്പെടും. എന്നിട്ട് ഇവരോട് പ്രെയർ ചെയ്യാൻ പറയും. അപ്പോൾ ഇവൾക്ക് ഭയങ്കര, ഞാൻ മാതാവിനെ രാത്രി സ്വപ്നം കണ്ടു എന്ന് പറയുമ്പോൾ പറയണേ ഞാൻ ആരോട് പറയാനാണ്, എനിക്ക് ഭയങ്കര ചമ്മലാണ് ഇതൊക്കെ പറയാനെന്ന്. കാരണം ഇവരിങ്ങനെ ആത്മീയതയ്ക്ക് ആ പ്രാധാന്യമില്ല അധികം കൊടുക്കാതെ ഇങ്ങനെ ലൗകായികവും ബുദ്ധിപരവും യുക്തിപരമൊക്കെ ആയിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ സമീപിക്കുന്ന ഒരു രീതിയായത് കാരണം അത് ആൾക്കാർക്ക് അറിയാവുന്ന കാരണം അങ്ങനെയുള്ള ഇവരുടെ കൂട്ടുകാരോട് മാതാവിനെ കണ്ടു സ്വപ്നം കണ്ടു എന്നൊക്കെ പറയാൻ ഇവർക്ക് ചമ്മലാണ്. അപ്പോൾ ഉടനെ കൂട്ടുകാരത്തോട് പറഞ്ഞു, എടി ഞാൻ ഇങ്ങനെ സ്വപ്നം കണ്ടു. അപ്പോൾ ഉടനെ പറഞ്ഞ് നീ ഒന്ന് ചിന്തിച്ചേ, എൻ്റെ ഉടമ്പടി തീരാൻ പോവുകയാണ്, എൻ്റെ ഉടമ്പടി തീരാൻ പോയി ഈ ദിവസങ്ങളിൽ. അപ്പോൾ രണ്ടുപേരും 2 കോണ്ടിനെൻ്റിലാണ് താമസിക്കുന്നത്, 2 രാജ്യങ്ങളിലാണ്. അപ്പോൾ അവരെന്താ പറയുന്നത്, എൻ്റെ ഉടമ്പടി തീരാൻ പോവുകയാണ്. എൻ്റെ ഉടമ്പടിയിലെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിനക്ക് കൃപാസനം മാതാവിൽ വിശ്വാസം ഉണ്ടാകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം മനസ്സിലായില്ലേ? നിനക്ക് കൃപാസനം മാതാവിൽ വിശ്വാസമുണ്ട്. എന്താ പ്രശ്നം? കൃപാസനം മാതാവ് എന്ന് നമ്മൾ പറയുമ്പോൾ കൃപാസനത്തിൽ സിൽവർ ഗ്രേയിൽ സമയഘടികാരം നെഞ്ചിൽ ചേർത്ത് ദുരന്തമുണ്ടാകാൻ പോകുന്ന പ്രാർത്ഥിക്കണമെന്ന് 2004 ഡിസംബർ 7 ഉച്ചയ്ക്ക് 2:30 മണിക്ക് പ്രത്യക്ഷപ്പെട്ട മാതാവാണ് കൃപാസന മാതാവ് എന്ന് പറയുന്നത്. ആ മാതാവിൻ്റെ പ്രത്യക്ഷീകരണം സഭ ഏറ്റെടുത്ത് പഠിക്കാൻ വേണ്ടി കൃപാസനത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും ഒരു പ്രാർത്ഥനാ പദ്ധതി ഉണ്ടാകണമെന്ന് 2015 മാതാവ് തന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയപ്പോഴാണ് നമുക്ക് ഉടമ്പടി പ്രാർത്ഥന കിട്ടിയത്. ആ ഉടമ്പടി പ്രാർത്ഥനയിലൂടെയാണ് ഇത്രയും അനുഭവങ്ങൾ ഉണ്ടാകണ എല്ലാം പ്രത്യക്ഷീകരണത്തിൻ്റെ അടയാളമായിട്ടാണ്. അതുകൊണ്ട് ആൾക്കാരെ പ്രാർത്ഥിക്കണത് പ്രത്യക്ഷീകരണത്തിൻ്റെ അടയാളം, എന്നെയും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റണമേ. പക്ഷെ അത് പ്രാർത്ഥിച്ച് തുടങ്ങിയതൊന്നും ക്രിസ്ത്യൻസ് അല്ല, ഹിന്ദുസാണ് പ്രാർത്ഥിച്ച് തുടങ്ങിയത്. അമ്മ മാതാവേ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെ ഉയർത്തണമേ. ഇപ്പോൾ എല്ലാവരും അത് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ സാക്ഷ്യം പറഞ്ഞ പെരുമ്പാവൂരിലെ ഒരു ചേച്ചിയാണ്, ശ്രീകല ചേച്ചിയാണ് ആ സാക്ഷ്യം പറഞ്ഞത്. അത് മർമ്മമാണത് പ്രാർത്ഥനയുടെ. ആ മർമ്മത്തെ തൊട്ട് കഴിഞ്ഞാൽ അപ്പം വിവരം അറിയും. കാര്യം അവരിത് കറകളഞ്ഞങ്ങ് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു പോയപ്പോൾ അമ്മ പറഞ്ഞതാണിത്, എടി ഉടമ്പടിയല്ല പ്രശ്നം, പ്രത്യക്ഷീകരണമാണ്. ഉടമ്പടി ഒരു മാർഗമാണ്, ലക്ഷ്യം പ്രത്യക്ഷീകരണമാണ്. പ്രത്യക്ഷീകരണം അത് ഏറ്റെടുത്ത് പഠിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയോടുകൂടി അവളുടെ കാര്യങ്ങളെല്ലാം പെട്ടപ്പെടാന്ന് മാറാൻ തുടങ്ങി. അങ്ങനെയാണ് ഇപ്പോൾ ആൾക്കാരൊക്കെ എല്ലാവരും അത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. പക്ഷേ ഇതെന്ന് പറയണത് പ്രത്യക്ഷീകരണത്തിൻ്റെ ഭാഗമായി ഇവരിത് പ്രാർത്ഥിച്ചപ്പോൾ അത് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു മാതാവ്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ ചിന്തിക്കുന്നവർക്ക് വിചാരിക്കും ഇതൊക്കെ ചുമ്മാ പണ്ടൊക്കെ ഓരോ പുരാണ പുസ്തകങ്ങളിലൊക്കെ അതുപോലെ ബൈബിളിലൊക്കെ ഉള്ള സ്വപ്നത്തിലൊക്കെ ഇന്ന് ദൈവം സംസാരിക്കുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം സ്വപ്നം ഇതല്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ വേറെ ഒരു സംഭവമുണ്ട്. അവരിവിടെ വന്നിട്ടില്ല, അപ്പോൾ അവർക്ക് ജോലിയില്ല, അവർക്ക് വയസ്സ് 52. അപ്പോഴവർ സ്വപ്നത്തിൽ ഒരു മുറി, എന്നിട്ട് ആ മുറി ഞാൻ മാത്രമേ നിൽക്കുന്നുള്ളൂ. മുറിയിൽ നിറച്ച ആൾക്കാരെ ഫ്രണ്ടിൽ നിൽക്കുകയാണ്. ബാക്ക് ഡോർ തുറന്ന് കിടക്കുകയാണ്, ഫ്രണ്ട് ഡോറിലും തുറന്ന് കിടക്കുകയാണ് ഈ മുറിയിൽ. അത് ഞാൻ നിൽക്കുന്നുണ്ട്, ഞാൻ ആൾക്കാരെ കണ്ട് സംസാരിച്ചൊക്കെ എടുക്കൊണ്ടിരിക്കുകയാണ്, പ്രാർത്ഥിച്ചൊക്കെ കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് കയറി വരാൻ പറ്റുന്നില്ല. ഇവർ എൻ്റെ ഈ ബാക്ക് ഡോറിൽ കൂടെ കടന്നു വെച്ചും ഞാൻ അറിയാതെ എൻ്റെ ലോക്കൽ ഇങ്ങനെ പിടിക്കും. അച്ഛൻ പറഞ്ഞ് എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകണമെന്ന് പറയും. അപ്പോൾ ഉടനെ ഞാൻ തിരിഞ്ഞ് ഇവരോട് പറയും, നിൻ്റെ കാര്യത്തിൽ മാതാവ് ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ടുണ്ട്, പോയിക്കൊള്ളാൻ പറയും. അതാണ് സ്വപ്നം. ഇപ്പം രാവിലെ എഴുന്നേൽക്കുമ്പോൾ സംഭവിക്കണത് ഇവർക്ക് ഇവർ ഇത്രയും നാൾ പ്രതീക്ഷിച്ച ഒരു ജോലിക്ക്
ഉണ്ടായിരുന്ന തടസ്സങ്ങളെല്ലാം മാറി ഇവരുടെ വിസ ഓക്കെയാണ്, UK വിസ ഓക്കെയാണ്. ഇവർക്ക് 52 വയസ്സുണ്ട്. പക്ഷേ ഇവർക്ക് IELTS തന്നെ പഠിക്കാൻ വലിയ പാടാണ്, നമുക്കറിയാമല്ലോ. എങ്കിലും ഇവർ ആൾ കയറിപ്പോയി. ഇപ്പം പെട്ടെന്നാണ് സംഭവം. എത്രയോ 52 വയസ്സുള്ള ചേച്ചിക്ക് ആദ്യമായിട്ട് അവർ പോകുകയാണ് ഇംഗ്ലണ്ടിലേ. അതിനുവേണ്ടി ഭയങ്കരമായ തടസ്സങ്ങളാണ്. ഏജ് ഓവറായത് കാരണം. പിന്നെ സീനിയർ സിറ്റിസൻസിന് ഇവരെ ഒരു എന്താ നമ്മൾ BSc നേഴ്സിംഗ് അല്ലാത്ത പഠനമാണ്, നേഴ്സോ അതുപോലെ താഴെ എന്തോ പഠനമാണ്. പക്ഷേ ഇവർക്ക് കിട്ടിയിരിക്കുന്ന ജോലി സീനിയർ സിറ്റിസൻസിനാണ്. പക്ഷെ അതിൻ്റേതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ആരോഗ്യം വേണം, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. ഏജ് കുറഞ്ഞിരിക്കണം, അങ്ങനെ കുറേ വിഷയങ്ങളുണ്ടെങ്കിലും ഈ വിഷയങ്ങൾ അതുകൊണ്ട് ഇവർ എല്ലാ ഇൻ്റർവ്യൂവിനും പരാജയപ്പെട്ടു, പോകാൻ പറ്റാതെ ആ ഫയൽ ക്ലോസ് ചെയ്യാൻ പോയപ്പോഴാണ് ഇവർ പറയണത്, അമ്മേ എൻ്റെ കാര്യത്തിലൊരു തീരുമാനമായില്ലേ എന്ന് പറഞ്ഞ് ഇവർ ഉടമ്പടി ചെയ്യുമ്പോഴാണ് ഈ സ്വപ്നം കാണുന്നത്. അപ്പോഴേ ഇന്ന് സ്വപ്നത്തിനൊരു പഞ്ഞമില്ല ശരിക്കും. എന്താ കാര്യം, എന്തുകൊണ്ടാണ് സ്വപ്നത്തിന് പഞ്ഞമില്ലാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്വപ്നം വാഗ്ദാനത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് നിങ്ങൾ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ വളരെ ശ്രദ്ധിക്കണം. ദർശനങ്ങളുണ്ടാവും, ചിലപ്പോൾ സ്വപ്നങ്ങളുണ്ടാവും. ഇത് ശ്രദ്ധിക്കണം. ദൈവത്തിന് പറയാനുള്ള കാര്യമായിരിക്കും അത്. കാരണം നിങ്ങളുടെ പിതാക്കന്മാർ ഇപ്പം ജോയേലില്ലേ, അപ്പം ജോയേൽ ഈ സഭ തന്നെ അഭിഷേകം പ്രാപിച്ച് രക്ഷാ സങ്കേതത്തിലേക്ക് കടക്കുന്ന മുമ്പ് പത്രോസ് തൻ്റെ പ്രസംഗത്തിന് വേണ്ടി പറയുന്ന എന്താണ്? ജോയേലിൻ്റെ പ്രവചനങ്ങളാണ്. പ്രവചനങ്ങളിലെല്ലാം വാഗ്ദാനങ്ങളുണ്ട്. ആ വാഗ്ദാനം എന്താണ്? നിങ്ങളുടെ പിതാക്കന്മാർ സ്വപ്നം കാണുന്നതാണ്. ജോയേൽ 2:28 നിങ്ങളുടെ പിതാക്കന്മാർ സ്വപ്നങ്ങൾ കാണും, യുവാക്കന്മാർക്ക് ദർശനങ്ങളുണ്ടാകും. അപ്പോൾ 2 തരത്തിൽ ദൈവം നമ്മളോട് സംസാരിക്കും. സ്വപ്നത്തിലൂടെ സംസാരിക്കും, പിന്നെന്താണ്? ദർശനങ്ങളിലൂടെ സംസാരിക്കും. ദർശനം എന്നൊക്കെ പറയണത് നമ്മൾ സിനിമ കാണുന്ന പോലെ കാണും. ദർശനം കാണുന്നത് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ നമ്മളൊന്നും അറിയത്തില്ല, നമ്മൾ കണ്ടോണ്ടേ ഇരിക്കും ഈ സംഭവം. കഴിഞ്ഞ ആ സാക്ഷ്യം എന്താ, എപ്പോഴും ഞാൻ പറയുന്ന ഒരു സാക്ഷ്യമാണ്. അതായത് CRZ ബ്ലോക്കുള്ള ചേച്ചിയാണ്. CRZ എന്ന് പറയുന്നത് എന്താണ്? കോസ്റ്റൽ റെഗുലേഷൻ ആക്ട്. അവർക്ക് വീട് വെക്കാൻ അവിടെ പുഴയോരത്താണ് താമസിക്കുന്നത്. അത് ഉറഞ്ഞു പോയി, ഇനി അവിടെ വീട് വെക്കാൻ പറ്റത്തില്ല. പക്ഷെ അവർക്ക് വേറെ സ്ഥലമില്ല. അവർ വേറെ സ്ഥലത്ത് കൊണ്ടുപോയി, അവരുടെ അടുത്തുള്ള സ്ഥലത്ത് കൊണ്ടുപോയി വീട് വെക്കുമ്പോൾ 1 മീറ്റർ 2 മീറ്റർ പുഴയോരത്തേക്ക് 20 മീറ്റർ വേണ്ടേ? 20 മീറ്റർ കഴിഞ്ഞല്ലേ വീട് വെക്കാൻ പറ്റത്തുള്ളൂ. അത് കയറി നിൽക്കുകയാണ്. അപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറി 7 മാസമായിട്ട് കൊടുക്കത്തില്ല. പഞ്ചായത്ത് സെക്രട്ടറി 7 മാസമായിട്ട് കൊടുക്കത്തില്ല. കാര്യം എന്താണ്? CRZ ലംഘിച്ച് നിൽക്കുകയാണ്. കൊടുത്ത ആരെങ്കിലും കംപ്ലയിൻറ്റ് ചെയ്താൽ അയാളുടെ ജോലി തെറിക്കും. അതുകൊണ്ട് അയാൾ ചെയ്യത്തില്ല. ആ കിട്ടത്തില്ലെന്ന് ഉറപ്പായി കഴിയുമ്പോൾ, വീടിന് നമ്പർ കിട്ടാത്തില്ലെന്ന് ഉറപ്പായി കഴിയുമ്പോൾ ഈ വല്യമ്മ വന്ന് സാക്ഷ്യം ചെയ്യും. വല്യമ്മ വന്ന് ഉടമ്പടി ചെയ്യും. ഉടമ്പടി ചെയ്ത് കഴിഞ്ഞിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ ഇവർക്ക് ഒരു ധാരണ വരും. എന്താ കാര്യം? ഇപ്പം നിങ്ങളല്ലേ, ഇപ്പം നമ്മൾ ഇവിടെ മനസ്സിൽ തോന്നും, ഈ ഉടമ്പടി തിരികൾ, പച്ച നീരൻ തിരികൾ കൊണ്ടുപോയി പുതിയ വീട്ടിൽ, ഈ നിയമം ലംഘിച്ച് വെച്ചിരിക്കുന്ന വീട്ടിൽ കൊണ്ടുപോയി കത്തിച്ച് വെക്കാൻ. ഉടനെ ചെടുത്ത് കൊണ്ടുപോയി അവിടെ കൊണ്ട് കത്തിച്ച് വെച്ചിട്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലും. പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുമ്പോൾ അവർക്കുടനെ പച്ചപ്പൂക്കൾ അടർന്നു വീഴും. ദർശനമാണത്. പച്ചപ്പൂക്കൾ അടർന്നു വീഴും. അതവർക്ക് കാണാം, പച്ചപ്പൂക്കൾ അടർന്നു വീഴുന്നത്. അത് സ്വപ്നമല്ല, ദർശനമാണ്. ഇവർ പിറ്റേ ദിവസം വന്ന് നേരെ പഞ്ചായത്തിൽ പോയിട്ട് പറയും, സാറേ എന്ന് വിളിക്കണമെമ്പോൾ തന്നെ സെക്രട്ടറി പറയും, ചെടുത്ത് ഇതേ നിങ്ങളുടെ നമ്പർ എഴുതി വെച്ചിട്ടുണ്ട്, എടുത്തിട്ട് പോയി കാണാൻ പറയും. ഇത്രയും സ്പീഡാണിത്. ആ സാക്ഷ്യം നിങ്ങൾ എപ്പോഴും ഉടമ്പടി നിൽക്കുമ്പോൾ 2 സാക്ഷ്യമെങ്കിലും ഒരു ദിവസം കേൾക്കണം. 2 സാക്ഷ്യമെങ്കിലും. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഈ നിയമപരമായിട്ട് കിട്ടാൻ സാധ്യതയില്ലാത്തൊരു വിഷയമാണിത്. പക്ഷേ നിയമപരമായിട്ട് കിട്ടാത്തതാണെങ്കിലും ഉടമ്പടി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നടക്കാത്ത കാര്യങ്ങളെ
ദൈവം നടത്തുന്ന ദൈവമാണെന്ന് അറിയാൻ വേണ്ടിയാണ് പച്ചപ്പൂക്കൾ. പ്രതീകമാണ്. എന്താണ്? പച്ചപ്പൂക്കൾ ഇല്ലല്ലോ, പ്രകൃതിയിലില്ലല്ലോ. പ്രകൃതിയിൽ നീലപ്പൂക്കളും മഞ്ഞപ്പൂക്കളും ചുവപ്പ് പൂക്കളൊക്കെ അല്ലേ ഉള്ളൂ, വെള്ളപ്പൂക്കളേ ഉള്ളൂ. പച്ചപ്പൂക്കൾ കുറവായിരിക്കും, വളരെ 1% കാണത്തുള്ളൂ. എന്ന് വെച്ചതിൻ്റെ അർത്ഥം എന്താണ്? നിയമപരമായിട്ട് സ്വാഭാവികമായിട്ട് ഈ സംഭവം നടക്കത്തില്ല. കാര്യം എന്താണ്? നിൻ്റെ നിയമം ലംഘിച്ച് എൻക്രോച്ച് ചെയ്ത് നിൽക്കുകയാണ്, ഗവൺമെൻറ് ഭൂമിയിലേക്ക് നിൽക്കുകയാണ്, അത് കിട്ടത്തില്ല. അതേ സമയം സ്വാഭാവികമായിട്ട് നിയമപരമായിട്ട് കിട്ടിയില്ലെങ്കിലും മെറിറ്റായിട്ട് കിട്ടത്തില്ല. പിന്നെന്തായിട്ട് കിട്ടണത്? ഗ്രേസ് ആയിട്ട് കിട്ടും. മെറിറ്റായിട്ട് കിട്ടാത്ത കാര്യങ്ങൾ ഉടമ്പടി എപ്പോഴും നമ്മൾ Ephesians 2:8 എന്താ പറയണത്? നിങ്ങളുടെ യോഗ്യതയാലല്ല, പിന്നെ എന്താണ്? ദൈവത്തിൻ്റെ കൃപ കൊണ്ട്. ഇപ്പം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ കാര്യങ്ങൾ നടക്കുന്നത് 2 പവറിലാണ്. ഒന്നെന്താണ്? ബൈ മെറിറ്റ്. രണ്ടാമത്തെ എന്താണ്? ബൈ ഗ്രേസ്. അപ്പം നമ്മൾ ഈ ഉടമ്പടി എവിടെ ടാർഗറ്റ് ചെയ്യണത്? മെറിറ്റിലല്ല, ഗ്രേസിലാണ്. ഗ്രേസിൽ ചാർജ്, അതായത് വരപ്രസാദത്തിലാണ് നിങ്ങളത്. അതായത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമ്മളൊരു കാര്യം നടന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം മെറിറ്റിൽ നടക്കത്തില്ലെന്ന് അതിൻ്റെ അർത്ഥം. നടക്കത്തേ ഇല്ലെന്നല്ല അതിൻ്റെ അർത്ഥം. ഒരു വിഷയം നടന്നില്ലെങ്കിലേ, ശ്രദ്ധിച്ച അച്ഛൻ പറഞ്ഞ കേൾക്കണ്ട. അതായത് ഒരു വിഷയം നടന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം മെറിറ്റിൽ നടക്കത്തില്ലെന്നാണ്. നടക്കത്തേ ഇല്ലെന്നല്ല, ഗ്രേസിലും നടക്കും. അതാണ് Ephesians 2:8. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. മെറിറ്റിലല്ലെങ്കിൽ നടക്കത്തില്ലെങ്കിലും ദൈവികമായി നടക്കും. അതെന്തുകൊണ്ടാണ്? ഗ്രേസ് കൊണ്ടാണ് നടക്കുന്നത്, കൃപ കൊണ്ടാണ് നടക്കുന്നത്. പക്ഷെ അതുകൊണ്ട് കൃപയുണ്ടായാൽ നമുക്ക് 2-3 ഗുണങ്ങളാവുണ്ട്. ഒന്ന്, പ്രസൻസ് വരാൻ തുടങ്ങും. അതല്ലേ അമ്മയോട് പറയണത്. 1 ലൂക്ക 1:28 എന്താ പറയണത്? ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ്. അതാണ് പ്രസൻസ് അവിടെ വരണത്. അതായത് പ്രസൻസ് ഓഫ് ഗോഡും ഗ്രേസ് ഓഫ് മൈൻഡും കോറിലേറ്റ് ചെയ്യുന്ന സബ്ജക്റ്റാണ്. എന്നുവെച്ചാൽ നമ്മുടെ പ്രസാദകരമായ അവസ്ഥ കൂടുന്ന അനുസരിച്ച് കൊണ്ട് എന്ത് കൂടും? പ്രസൻസ് ഫീൽ ചെയ്യാൻ തുടങ്ങും. യു ഗോട്ട് ദ പോയിന്റ്. പ്രീഡിയോ. നമ്മുടെ പ്രസാദകരമായ അവസ്ഥ കൂടുന്ന അനുസരിച്ച് കൊണ്ട്. അപ്പം നിങ്ങൾ എന്നോട് ചോദിക്കും, അച്ഛാ അങ്ങനെയാണെങ്കിൽ ഇപ്പം അമ്മയോട് എന്താ പറഞ്ഞത്? കൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. അപ്പം അത് വാഗ്ദാനമാണ്. എന്താ വാഗ്ദാനം എന്ന് പറയണത്? നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. ഉടമ്പടി വാഗ്ദാനമാണ്. പുറപ്പാട് 33:14. പുറപ്പാട് 33:14 എന്താണ് എന്ന് പറഞ്ഞ്? നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും. അപ്പൊ നിന്റെ കൂടെ ഉണ്ടാകുമെന്ന് പറയണത് വാഗ്ദാനമാണ്. അപ്പോഴ് ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മൾക്ക് അഷ്വർ ചെയ്തിരിക്കുന്നത് വാഗ്ദാന പ്രകാരമാണ്. അതുകൊണ്ടാണ് 1 തിമോത്തി 4:8 നമ്മൾ വായിച്ചത്, ആധ്യാത്മികത എല്ലാത്തിനേക്കാൾ വ്യത്യസ്തവും ഉയർന്നതുമാണ്. അത് ഈ ജീവിതത്തെക്കുറിച്ചുള്ള വാഗ്ദാനങ്ങളും വരാൻ ഇരിക്കുന്ന ജീവിതത്തെക്കുറിച്ചുള്ള വാഗ്ദാനങ്ങളും ഉൾക്കൊള്ളുന്നു. അപ്പം നമ്മളെ നിലനിർത്താനും വളരാനും അതിജീവിക്കാനും ദൈവം നമുക്ക് നൽകുന്നതാണ് വാഗ്ദാനം. ഭൗതിക വാഗ്ദാനമുണ്ട്, ആധ്യാത്മിക വാഗ്ദാനമുണ്ട്. ഇതുപോലെ തന്നെയാണ് ഈ ഒരു വാഗ്ദാനമാണ് ദർശനം. ആ ചെടുത്ത് കണ്ടത് എന്താണ്? ദർശനമാണ്, പച്ചപ്പൂക്കളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമപരമായിട്ട് നടക്കത്തില്ല, പക്ഷേ ഞാനിത് നടത്തും. എന്താണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. കൃപ കൊണ്ട് നടത്തും. പക്ഷെ കൃപയെ ആർജിക്കാൻ എന്താ മാർഗം? അത് വളരെ സിമ്പിളാണ്. കൃപയെ ആർജിക്കുമ്പോഴാണ് കൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. ഇപ്പം കൃപ നിറയുമ്പോഴാണ് പ്രസൻസ്, ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകണത്. അപ്പം ദൈവം നമ്മുടെ കൂടെ ഉണ്ടായാൽ കൃപ നിറയണം. കൃപ നിറയാൻ നമ്മൾ എന്ത് ചെയ്യണം? അത് ഉടമ്പടിയുടെ ഒരു എക്സസൈസിൻ്റെ ഭാഗമാണ്. പ്രഭാഷകൻ്റെ പ്രഭാഷണം വായിച്ച് പ്രഭാഷകൻ 7:35 വായിച്ചോളൂ. രോഗിയെ സന്ദർശിക്കുന്നതിൽ വൈമനസ്യം കാണിക്കരുത്, അത്തരം പ്രവൃത്തികൾ നിന്നെ പ്രിയങ്കരനാക്കും. പ്രൈസ് ദി ലോർഡ്. അതാ സംഭവം.
പ്രഭാഷണം 7:35 ഏറ്റു പറഞ്ഞ രോഗിയെ സന്ദർശിക്കുന്നതിൽ വൈമനസ്യം കാണിക്കരുത്. അത്തരം പ്രവൃത്തികൾ നിന്നെ കർത്താവിന്റെ തിരുസന്നിധിയിൽ പ്രിയങ്കരനാക്കും. അതെന്ത് സംഭവം അറിയാവോ? ഇതുപോലെ കുറേ എക്സർസൈസുകൾ ഉടമ്പടിയിലുണ്ട് അല്ലേ? രോഗികളെ സന്ദർശിക്കുക, വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കുക അല്ലേ? കർത്താവിനെ അറിയാത്തവരെ അറിയിക്കുക, അറിഞ്ഞവരെ ആഴപ്പെടുത്തുക. ഇതെല്ലാത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ദൈവത്തിന് പ്രിയങ്കരനാക്കണം അല്ലെങ്കിൽ പ്രിയങ്കരിയാക്കണം. അതിനു വേണ്ടിയാണ് നമ്മളിതുപോലെ പ്രസാദം പ്രിയങ്കരിയാക്കിയെന്ന പ്രസാദം നിറഞ്ഞ അവസ്ഥയിലേക്ക് വരാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യണത്? ഇതുപോലെയുള്ള കാരുണ്യ പ്രവൃത്തികളൊക്കെ ഉടമ്പടിയുടെ ഭാഗമായിട്ട് ചെയ്യണത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയണത്, ഇത് ചൊല്ലണ പ്രാർത്ഥനയല്ല, ചെയ്യണ പ്രാർത്ഥനയാണ്. മനസ്സിലായല്ലേ? ഇത് ചൊല്ലണ പ്രാർത്ഥനയല്ല, ചെയ്യണ പ്രാർത്ഥനയാണ്. ആ ഉടമ്പടിയിൽ 80% ചെയ്യണേ, ചൊല്ലുകയല്ല. അപ്പം നിങ്ങൾ വിചാരിക്കരുത് പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന 100 പ്രാവശ്യം ചൊല്ലി 500 പ്രാവശ്യം ചൊല്ലി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെടുത്തിമാരിവിടെ വരും. അവരെക്കൊണ്ട് സാക്ഷ്യം പ്രകടിപ്പിക്കത്തില്ല. എന്താ കാര്യം? ആ ഉടമ്പടി അട്ടിമറിക്കാൻ പിശാച് ഉപയോഗിക്കുന്നതാണ് അവരെ. ജനവിരുദ്ധൻ്റെ കൈയടിക്കും അതൊക്കെ കേൾക്കുമ്പോൾ. പക്ഷെ ഉടമ്പടി എന്ന് പറയുന്ന ദൈവിക പദ്ധതിയെ അവർ പിശാച് അവരിലൂടെ അട്ടിമറിക്കും. എന്താ? ഇത് ചൊല്ലുന്ന പ്രാർത്ഥന അല്ല, ചെയ്യണ പ്രാർത്ഥനയാണ്. ഇങ്ങനെ എന്താ പ്രിയങ്കരനാക്കുമ്പോൾ നമ്മൾ ആരായി മാറും? ദാസനോ ദാസിയോ ആയി മാറും. നോട്ട് മിയർ ഫെയ്ത്ത്ഫുൾ, വിശ്വാസിയല്ല. വിശ്വാസികളിൽ നിന്ന് മുകളിലോട്ട് വരും, റാങ്ക് മാറും. നമ്മുടെ റാങ്ക് മാറ്റം ഉണ്ടാവണം ഇതിൻ്റെ അകത്ത്. അതാണ് 12:18 മത്തായി ശ്ലീഹായുടെ സുവിശേഷം 12:18. എന്താ സംഭവിക്കുന്നത്? പ്രിയങ്കരനാകുമ്പോൾ എന്ത് സംഭവിക്കും? ഇപ്പം പ്രിയങ്കരൻ രോഗിയെ സന്ദർശിക്കുമ്പോൾ നീ പ്രിയങ്കരനാകുമെന്ന് പറഞ്ഞില്ലേ? പക്ഷെ പ്രിയങ്കരനാകുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് അറിയണം. മത്തായി ശ്ലീഹായുടെ സുവിശേഷം 12:18. ശ്രദ്ധിക്കട്ടെ. എന്റെ ആത്മാവ് പ്രസാദിച്ച എന്റെ പ്രിയപ്പെട്ട ഒന്ന് പറഞ്ഞ, ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എന്റെ ദാസൻ, എന്റെ ആത്മാവ് പ്രസാദിച്ച. അതായത് എനിക്ക് പ്രിയങ്കരനായ എന്റെ ദാസൻ. ഇനി എന്താ സംഭവിക്കണത്? ഇവന്റെ മേൽ അയച്ചോളൂ, എന്റെ ആത്മാവിനെ ഞാൻ അയക്കും. അതാണ് പ്രസൻസ്. ഈ പ്രസൻസ് ഉറപ്പുവരുത്തുന്നത് ഇങ്ങനെയാണ്. പിടികിട്ടിയോ? ഉടമ്പടി, നമുക്ക് ഉടമ്പടിയിലെ വാഗ്ദാനത്തിൻ്റെ ഭാഗമാണത്. പ്രസൻസ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ സാന്നിധ്യം. അത് നീ എവിടെ ചെന്നാലും കിട്ടും. ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ അമ്മയുടെ സാന്നിധ്യം വരുന്നത് ഈ വാഗ്ദാനത്തിൻ്റെ ഭാഗമായിട്ട്. അത് എംബസി വരും, കോടതി വരും, പോലീസ് സ്റ്റേഷനിൽ വരും, അതിർത്തി തർക്കം ഉണ്ടാകുന്ന സ്ഥലത്ത് അളക്കാൻ നേരത്ത് അമ്മ വരും. എവിടെയാണ് നിനക്ക് വരേണ്ടത് അവിടെ എല്ലാം വന്നിരിക്കും. എല്ലാം ICUവിൽ വരും, വെന്റിലേറ്ററിൽ വരും. ഈ കേൾക്കണ സാക്ഷ്യങ്ങളെല്ലാം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, നമ്മൾ ഞെട്ടിപ്പോവും. കാര്യം ഒരിക്കലും ഞാൻ അച്ഛനായിട്ട് 36 കൊല്ലവും ശുശ്രൂഷ തുടങ്ങിയിട്ട് 38 കൊല്ലവുമായി. അച്ഛനായിട്ട് 36 കൊല്ലവും ശുശ്രൂഷ തുടങ്ങിയിട്ട് 38 കൊല്ലമായി. ഇതിനുള്ളിൽ 21 ലക്ഷത്തോ ആൾക്കാരെ കൗൺസിൽ ചെയ്തെന്നാണ് ഞാൻ എപ്പോഴും പറയണം. പക്ഷേ എനിക്ക് എപ്പോഴും മനസ്സിലാകും. പക്ഷേ ഉടമ്പടിയിലേക്ക് അമ്മ വരുമ്പോൾ ഈ കഴിഞ്ഞകാല പ്രാർത്ഥനകളെല്ലാം ഒരു നിഴലായി പോവും. കാര്യം ഇതിൻ്റെ അകത്ത് അഷുറൻസ്, പ്രോമിസ്, വാഗ്ദാനങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നിൻ്റെ കൂടെ വരിക എന്നുള്ളത്, സഞ്ചരിക്കുക എന്നുള്ളത്. ഇപ്പോഴെന്താ പറയണത്? അങ്ങനെ സഞ്ചരിക്കണത് ഒരു ഫിസിക്കലായിട്ട് നമുക്ക് അനുഭവിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഇക്വേഷൻസ്, ബിബ്ലിക്കൽ ഇക്വേഷൻസ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്താൽ നമുക്ക് ഈ സാന്നിധ്യം സംലഭ്യമാക്കാൻ ബോധപൂർവ്വം ശ്രമിക്കാമെന്നാണ് പറയുന്നത്. ആ 3 പൂക്കളെ കാണിച്ചുകൊണ്ടുള്ള പ്രത്യക്ഷ മാതാവിന് സ്വപ്നവും അതുപോലെ തന്നെ അച്ഛനെ സ്വപ്നം കണ്ടെന്ന് പറയുന്നതും എല്ലാം നിൻ്റെ ഉടമ്പടിമേൽ ദൈവത്തിന് ഒരു പ്രസാദകരമായ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ നിൻ്റെ സൽപ്രവൃത്തികളെ ദൈവം അംഗീകരിക്കുന്നു എന്നതിൻ്റെ അർത്ഥം. അതിലൂടെയാണല്ലോ പ്രവർത്തിക്കാൻ തുടങ്ങുന്നത്. അച്ഛൻ എന്തെങ്കിലും പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാന്നിധ്യം നമ്മൾക്ക് ഇപ്പം നിങ്ങൾ രോഗിയെ കാണാൻ പോകുമ്പോഴും അല്ലെങ്കിൽ വസ്ത്രമില്ലാത്തൊരു വസ്ത്രം കൊണ്ട് കൊടുക്കുമ്പോഴും
ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുമ്പോഴും അത് കർത്താവിൻ്റെ നാമത്തിൽ ചെയ്ത് കഴിയുമ്പോൾ ഇതെല്ലാം ദൈവത്തിന് പ്രിയങ്കരമായി മാറുമ്പോൾ അതിൻ്റെ ഇഫക്റ്റായിട്ടാണ് ദൈവസാന്നിധ്യം നമുക്ക് ഉറപ്പ് വരുത്തുന്നത്. ഏതാ ഞാൻ തിരഞ്ഞെടുത്ത് എൻ്റെ ദാസൻ 12:18 മത്തായി സുവിശേഷം, എൻ്റെ ആത്മാവ് പ്രസാദത്തിൻ്റെ പ്രിയപ്പെട്ടവൻ, അവൻ്റെ മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ അയക്കും. ഈ അയപ്പ് തന്നെയാണ് പുറപ്പാട് 33:14 വരുന്നത്. ഞാൻ നിങ്ങൾക്ക് മുമ്പേ, അതായത് ഞാൻ നിങ്ങളുടെ കൂടെ വരുമെന്ന് പറയേണ്ടത്. ഇത് തന്നെയാണ് നമ്മൾ ഈ ചേർത്ത് കണ്ടില്ലേ, പച്ചപ്പൂക്കൾ അവിടെ ആ വീട്ടിൽ കൊണ്ടുപോയി തിരികെത്തിച്ച് വെക്കാൻ അവർക്ക് തോന്നിയില്ലേ? പച്ചയും നീലയും തിരിയല്ലേ, ആ നമ്പർ കിട്ടാത്ത വീട്ടിൽ കൊണ്ടുപോയിട്ടേ, നമ്പർ കിട്ടാതെ വീട്ടിൽ കൊണ്ടുപോയിട്ട് പച്ചയും നീലയും തിരികൾ ഒരുമിച്ച് കത്തിച്ച് വെക്കാൻ അവർക്ക് തോന്നിയില്ലേ? അത് തോന്നണമെന്ന് പറയുമ്പോൾ അത് സാന്നിധ്യം തന്നെയാണത്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വായ്പ വാങ്ങിക്കണോ വിലക്ക് വാങ്ങിക്കണോ എന്ന് നീ ചിന്തിക്കുമ്പോൾ എപ്പോഴും മനുഷ്യന് ഓപ്ഷൻ വരുമല്ലോ. ഒരു സംഭവം തീർന്നു പോകുമ്പോൾ നമ്മൾ ആദ്യം കണ്ട വചനം കണ്ടില്ലേ, അതായത് അവർ ശ്രുതികട ശ്രുതികട അതായത് ലൂക്ക 11:5 അപ്പം വായ്പ ചോദിക്കുന്നു. അതുപോലെ തന്നെ മത്തായിയുടെ സുവിശേഷം 25:9 എന്താ ചോദിക്കുന്നത്, അത് എണ്ണ വിലക്ക് വാങ്ങിക്കുന്നു. അപ്പോൾ ഓപ്ഷൻ വരുമ്പോൾ എന്താ പറയുക, നീ വലത്തോട്ടോ അതായത് വായ്പ വാങ്ങിക്കണോ, പിന്നെ എന്താണ് ഇടത്തോട്ടോ എന്താ വെച്ച് കഴിഞ്ഞാൽ വിലക്ക് വാങ്ങിക്കണോ. അതായത് ഒരു തീരുമാനം എടുക്കാൻ കൺഫ്യൂഷൻ വരുമ്പോൾ ഈ പ്രസൻസാണ് നമ്മളെ സഹായിക്കുന്നത്. നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ വായ്പ വാങ്ങിക്കണോ വിലക്ക് വാങ്ങിക്കണോ എന്ന് ചിന്തിക്കുമ്പോൾ പിന്നിൽ നിന്നൊരു സ്വരം കേൾക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക. ഐസയ 30:21 നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ, പറഞ്ഞോളൂ, നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും. ഇതാണ് വഴി, ഇതിലേ പോവുക. ഈ പിന്നിൽ നിന്നുള്ള സ്വരം കേൾക്കുന്നതാണ് പ്രസാദപരത്തിൻ്റെ അവസ്ഥ. മനസ്സിലായില്ലേ? അമ്മയോട് പറയും, അമ്മ പിന്നിൽ നിന്നുള്ള സ്വരമാണ് കേട്ടത്. വലത്തോട്ട് തിരിഞ്ഞില്ലല്ലോ, വായ്പ വാങ്ങിക്കാൻ പോയില്ലല്ലോ, ഇടത്തോട്ട് തിരിഞ്ഞില്ലല്ലോ, വിലക്ക് വാങ്ങിക്കാൻ പോയില്ലല്ലോ. നീ വലത്തോട്ട് ഇടത്തോട്ട് തിരിയുമ്പോൾ പിന്നിൽ നിന്നൊരു സ്വരം കേൾക്കും. എന്താണ്? ഇത് രണ്ടുമല്ല വഴി, ഇതാണ് വഴി. അത് 30:21 ഇതിലേ പോവുക. ഈ പിന്നിൽ നിന്നുള്ള സ്വരമാണ് ആ ചേടുത്ത് കേട്ടത്. എന്താ കേട്ടത്? നീ 2 തിരിയും കൊണ്ടുപോയി നമ്പർ കിട്ടാത്ത സ്ഥലത്ത് കൊണ്ടുപോയി കത്തിച്ച് വെക്കുക. എന്ത് ചെയ്യണമെന്ന് ഞാൻ അവിടെ വെച്ച് പറയാമെന്ന്, എല്ലാം അവിടെ വെച്ചാണ് പറയണത്. അവർ പ്രാർത്ഥിച്ചുകൊണ്ട് പ്രത്യക്ഷ പ്രാർത്ഥന 2 തിരിയും നീലത്തിരിയും പച്ചത്തിരിയും ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പച്ചപ്പൂക്കൾ അടർന്നു വീഴും, ദർശനങ്ങളുണ്ടായി. അത് ജോയൽ 2:28. അതായത് ദൈവം എക്കാലവും ദൈവം പ്രവർത്തിക്കാൻ പറ്റുന്നത് ഏറ്റവും സൂക്ഷ്മമായിട്ട് ദൈവം കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നത് ഉടമ്പടി ഫോർമാറ്റിലാണ്. അവിടെ ദൈവം എല്ലാ വാഗ്ദാനങ്ങളും പാലിക്കും. എന്താ കാര്യം? ഉടമ്പടി വാഗ്ദാനങ്ങളുടെ പ്രാർത്ഥനയാണ്. നീ ഇപ്പം എന്താ ചെയ്യണത്? ഉടമ്പടി ചെയ്യണം, ദൈവവുമായിട്ട് കക്ഷി ചേർന്നിരിക്കുകയാണ്. അമ്മയുടെ വിജയം എന്താ? കാനായിലെ സംഭവത്തെ, വീഞ്ഞില്ലാത്ത സംഭവത്തെ, നാണക്കേട് വരുന്ന ഒരു വിഷയത്തെ, കുടുംബത്തിന് മാന്യത നഷ്ടപ്പെടുന്ന ഒരു വിഷയത്തെ അത് മാനുഷ്യമായി പരിഹരിക്കാതെ ഡയറക്റ്റ് ആ കുടുംബത്തെ ക്രിസ്തുവുമായിട്ട് കണക്ട് ചെയ്യുന്നതിലാണ് ഒരു മരിയൻ വിക്ടറി എന്ന് പറയണത്. അമ്മ അവിടെ ഇല്ലാതിരുന്നെങ്കിലേ കാണാമായിരുന്ന കളി എന്നാണ് യോഹന്നാൻ പറയണത്. എന്താണ്? കാനായിൽ ഒരു വിവാഹാഘോഷം നടന്നു, യേശുവിൻ്റെ അമ്മയും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ യേശുവും ശിഷ്യന്മാരും കല്യാണത്തിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അങ്ങനല്ലല്ലോ പറയേണ്ടത്, പ്രോട്ടോക്കോൾ അതല്ലല്ലോ. എന്തുകൊണ്ടാണ് യോഹന്നാൻ പ്രോട്ടോക്കോൾ ലംഘിച്ചത്? അങ്ങനല്ലല്ലോ അത് പറയേണ്ടത്. അതെന്താ പറയേണ്ടത്? അവിടെ കാനായിൽ ഒരു വിവാഹ ആഘോഷം നടന്നു, യേശുവും ശിഷ്യന്മാരും അവിടെ ഉണ്ടായിരുന്നു, അമ്മ ക്ഷണിക്കപ്പെട്ടിരുന്നല്ലോ, അതിലെ പ്രോട്ടോക്കോള്. എന്തുകൊണ്ടാണ് യോഹന്നാൻ പ്രോട്ടോക്കോൾ ലംഘിച്ചത്? ദൈവം അമ്മയുടെ കാര്യം വരുമ്പോൾ ദൈവം പ്രോട്ടോക്കോൾ ലംഘിച്ചതാണ്. എന്താ കാര്യം?
ഈ വിഷയം, മനുഷ്യൻ്റെ മാന്യതയ്ക്ക് ഭംഗം വരുന്നൊരു വിഷയം, ആ വിഷയം കൈകാര്യം ചെയ്യാൻ പരിശുദ്ധ അമ്മ യേശുവിനെ ആ വിഷയത്തെ കൂട്ടുചേർക്കാൻ അമ്മ തന്നെ അവിടെ ഉണ്ടാകണമെന്ന് നിശ്ചയിക്കുന്നത് ദൈവ നിശ്ചയമാണ്. കൈയിടിച്ച് കർത്താവിനെ സ്തുതിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ഹല്ലേലൂയ.